അപ്പോൾ രാവിലെ തന്നെ ആദർശേട്ടൻ അമ്മേനെ ചെറുപ്പയ്ക്ക് ആക്കി കൊടുക്കാൻ പോവാട്ടോ. അതിന് ശേഷം വേണം നമുക്ക് അമ്മമ്മേനെ അമ്മച്ചനും കൊണ്ടാക്കാൻ വയനാട്ടിലേക്ക് പോകേണ്ടത്. ചേട്ടൻ വരുമ്പോഴേക്കും ഞാനും അമ്മമ്മയും കൂടിയിട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ കാറിലേക്ക് സെറ്റാക്കി വെച്ചിട്ട് കാർ അടച്ചു വെച്ചിട്ടു. അപ്പോഴേക്കും നമ്മുടെ ആദർശേട്ടൻ എത്തി. പിന്നെ നമുക്ക് ഇനി അമ്മച്ചനൊക്കെ എടുത്ത് കാറിൽ കയറ്റണം. അപ്പോൾ നമ്മൾ വെയിൽ ചൂടാവണേക്കാൾ മുന്നേ വേഗം രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര നേരത്തെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇവർ കാർ സ്റ്റാർട്ട് ചെയ്തു. ഞാനിത് ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ചുരമൊക്കെ കയറിയപ്പോൾ കുറച്ച് നേരം മുകളിലൊക്കെ വണ്ടി നിർത്തി നിന്നു കേട്ടോ. പിന്നെ ഞാൻ ആദർശേട്ടൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് എണ്ണക്കടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. മാനന്തവാടി എത്തിയപ്പോൾ അമ്മയ്ക്ക് സപ്ലൈക്കോന്ന് സാധനങ്ങൾ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഈ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. കാരണം ആദർശേട്ടൻ്റെ ഒരു 4 വയസ്സൊക്കെ ഉള്ള ഒരു പ്രായത്തിൽ ആദർശേട്ടൻ ഇങ്ങനെ നടന്നു വരേണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തൊട്ടേ ഞാനിങ്ങനെ ഇമാജിനേഷൻ ചെയ്യട്ടോ. അയ്യോ ആദർശേട്ടൻ കുഞ്ഞ് കിട്ടിയാകുമ്പോൾ നടന്നതല്ലേ, അങ്ങനത്തെ ഒരു ചെറിയ പ്രാതൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ കിട്ടിച്ച് ഞാൻ അതിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല വ്യൂ ആട്ടോ. അതുപോലെ ചായലത്തോട്ടൊക്കെയാണ്. പിന്നെ കുറേ അടിപൊളി പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ആദർശേട്ടൻ അമ്മച്ചൻ്റെ അടുത്ത് കെടുത്തി അമ്മമ്മ ഞങ്ങൾക്കുള്ള ചായ ഉണ്ടാക്കായിരുന്നു. പിന്നെ ഇതാ പൊന്നൂസ് എത്തി. അവൻ ഞങ്ങളോടൊപ്പം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ബൈക്കൊക്കെ സൈഡാക്കി ഞങ്ങളൊരു യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ കേട്ടോ. ശരിക്കും തിരിച്ചു വരുമ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു. അമ്മമ്മയും അമ്മച്ചനും ഉള്ളപ്പോൾ വീട്ടിലൊരു ആളനൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാനും ആദർശേട്ടൻ അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവരുള്ളപ്പോൾ സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കര എനിക്കൊരു കൂട്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ പൊറാട്ടയും ബീഫായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നന്നായി കഴിച്ചു. നല്ല വിശപ്പുണ്ടായി. പിന്നെ നമ്മൾ ചുരത്തിയപ്പോൾ വീണ്ടും വണ്ടി നിർത്തി ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. നല്ല തണവാണ് ഗൈസ്. നല്ല അടിപൊളി ഒരു ഇതാണ് ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസും കുറച്ച് ഫോട്ടോസ് ഫോൺ സൂം ചെയ്തിട്ട് എത്ര ദൂരം വരെ കാണാൻ പറ്റും എന്നൊക്കെ നോക്കി. പിന്നെ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.